CGL മെയിൻസും കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാം തുടങ്ങി. അപ്പോൾ നമ്മുടെ പഴയ ഇൻ്റർഫേസിലാണ് എക്സാം സ്റ്റാർട്ടായത്. ഇപ്പോൾ TCSൻ്റെ പാറ്റേൺ ആണെന്ന് വിചാരിച്ചു. സോ ഈസിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യം ഞാൻ റീസണിംഗ് ആണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഇത് പഴയ പാറ്റേണിൽ തന്നെയാണ്. ക്വസ്റ്റ്യനൊന്നും വ്യത്യാസമില്ല, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നല്ല ഈസി ആയിരിക്കും, കട്ട് ഓഫ് കൂടുതലായിരിക്കും, എന്നാലും ഈസി ആയിട്ടായിരിക്കും എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ അത് ഒരുപാട് നേരം നീണ്ടു നിന്നില്ല. അത് റീസണിങ് കഴിഞ്ഞ് മാത്സ് എത്തിയപ്പോൾ അതങ്ങ് മാറി. എന്നാലും റീസണിങ് നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഇത് നോക്കാം. റീസണിങ് എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. പൊതുവേ എല്ലാവർക്കും ഈസി തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു 30 ക്വസ്റ്റ്യനിൽ 29, 30 സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിനകത്ത് ഒരു മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം നമ്മളങ്ങനെ എപ്പോഴും കാണുന്നതല്ലല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ സെയിം സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ മാത്സും ഈസി ആണെന്ന് പറയാം. പുതിയ സർപ്രൈസിങ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലായിരുന്നു. കഴിഞ്ഞ തവണ കണ്ടതുപോലെ എഡിക്വിറ്റി കണ്ടക്ട് ചെയ്ത പോലെ മറ്റേ കാൾ പിയേഴ്സൺ കോൺസ്റ്റൻ്റ്, ബൈനോമിയൽ എക്സ്പാൻഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സാധാരണ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ. പക്ഷേ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് കാൽക്കുലേറ്റീവ് ആക്കുന്ന രീതിയിലൊക്കെയാണ് ചോദിച്ചത്. കൂടുതലും അരിത്തമെറ്റിക്കിനെക്കാട്ടിലും അഡ്വാൻസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനൊക്കെ പണ്ട് ഒരു ക്വസ്റ്റ്യനൊക്കെ അല്ല ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത് അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് 2-3 ടേബിൾ തന്നിട്ട് മീൻ മീഡിയ മോഡിൻ്റെ ആ സാധനങ്ങളൊക്കെ അങ്ങനെ ആ ഒരു ലൈനാണ് അവർ പിടിച്ചത്. അഡ്വാൻസിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. അപ്പോൾ അതും ഒരു 30 ക്വസ്റ്റ്യനിൽ 20-22 ക്വസ്റ്റ്യനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ എനിക്കും ഒരു 20 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ടൈം മാനേജ്മെൻറ്റ് ആ ഒരു സ്പീഡ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഡ്രെയിൻ ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. കുറച്ച് ചെയ്ത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ 2 മിനിറ്റ് 2.5 മിനിറ്റൊക്കെ, ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിലർക്കത് ഈസി ആയിട്ട് തോന്നിയേക്കാം. എങ്കിലും ഒരു ആവറേജ്, ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് ഒരു 60 എണ്ണത്തിൽ 55 എണ്ണം 50 to 55 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എങ്കിലും ആ 50 എണ്ണം ചെയ്യാൻ, ബാക്കിയുള്ളതൊരു മോഡറേറ്റ് ടു ഹാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മാത്സിൻ്റെ സെഷനാണ്, റീസണിങ് അല്ല പറയുന്നത്. മാത്സിൻ്റെ സെഷൻ ഒരു മോഡറേറ്റ് ടു ഹാർഡ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്കിലും നമ്മൾ പെട്ടെന്ന് ഡ്രെയിനായി പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായി ചെയ്ത് വന്നിട്ടേ അത് ബാക്കിയുള്ള സെക്ഷനെ അഫക്റ്റ് ചെയ്യും. അതാണ് എനിക്കും പറ്റിയത്. നമ്മൾ കുറച്ച് ചെയ്ത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ടല്ലേ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഞാനിനി അടുത്ത സെക്ഷൻ നോക്കാം. നമുക്ക് മാത്സിൻ്റെ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് GK. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പാനിക്കായിട്ട് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കെപ്പോഴും ഇംഗ്ലീഷിൽ സമയം അധികം വരുമല്ലോ. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ ആയിരിക്കും ചെയ്ത് തുടങ്ങുക. ഞാനങ്ങനെ ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ വളരെ പതുക്കെ വായിച്ച് ആ ഒരു സെക്ഷനിലായിരുന്നു. മറ്റേ PQRS ഒക്കെ വരുന്ന അവിടെ അതൊക്കെ ഒരുപാട് സമയം എടുത്ത് വായിച്ച് തെറ്റണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് വായിച്ച് വന്നത്. പക്ഷെ താഴെ കോംപ്രിഹെൻഷൻ കുറച്ച് പണിയായിട്ട് ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ അന്നേരം ഓർക്കുന്നില്ല. മെല്ലെ വന്ന് അവിടെ എത്തിയപ്പോൾ 3 കോംപ്രിഹെൻഷനും അത്യാവശ്യം നല്ല ലെവലുള്ള കോംപ്രിഹെൻഷൻ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ ചോദിക്കുമ്പോൾ ഒരു കഥയൊക്കെ വരാറില്ലേ, വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ വരും. അങ്ങനെയുള്ളതൊന്നും അല്ല. ഒരു എഡിറ്റോറിയൽ, ഒരു MG നരേഗയുടെ ഈ ഒരു ചേഞ്ച് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നത്. കുറച്ച് ലെന്തി ആയിട്ടുള്ള. എന്നാൽ അതിൻ്റെ കോംപ്രിഹെൻഷൻ ആ ഒരു പാസേജിനെക്കാട്ടി ഡിഫിക്കൽട്ട് അതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ആ ഒരു ഓതർ ഉദ്ദേശിക്കുന്ന ടോൺ എന്ത്, അപ്പോൾ നമ്മുടെ ഒരു ഒപ്പീനിയനാണ് അവിടെ വേണ്ടുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ആ ഒരു പോർഷൻ, കോംപ്രിഹെൻഷൻ്റെ പോർഷൻ. അപ്പോൾ ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് വരാം. ഗ്രാമർ പോർഷനൊന്നും വലിയ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കൂടുതലും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ നിന്ന്, നറേഷനിൽ നിന്ന്, അവിടെ നിന്നൊക്കെ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എറർ ഡിറ്റക്ഷൻ ആണെങ്കിലും അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അത് നെഗറ്റീവ് വരാതെ നോക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോംപ്രിഹെൻഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 പാസേജ് ഉണ്ട്. ആ 3 പാസേജും അത്യാവശ്യം ലെവലുള്ളത് തന്നെയാണ്. എങ്കിലും നമുക്ക് ആ ഒരെണ്ണം ബാങ്കിങ്ങിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പറഞ്ഞ MG നരേഗയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. മറ്റൊരു നോവൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇതായിരുന്നു ഇംഗ്ലീഷിന്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ GK എത്തും. അപ്പോൾ ഇവിടെ പലർക്കും ടൈം മാനേജ്മെൻറ്റ്, എനിക്കും കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ
ആക്യുറസി നോക്കി ചെയ്യായിരുന്നു എന്നുള്ളൊരിത് വരും. ഇതിപ്പോൾ അവസാനം എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു, അത് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ള ഡൗട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് അങ്ങനെ GK വരുമ്പോൾ എഡിക്കിറ്റിയുടെ ഒരു പാറ്റേൺ അല്ല TCSൻ്റെ ആണെന്ന് പറഞ്ഞാലും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സാറിന് ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ പണ്ടൊക്കെ വരാറുള്ളത്. ഇവിടുന്ന് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിനകത്ത് ഒന്ന് അലാവുദ്ദീൻ ഖിൽജിയുടെ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും അതുപോലെ സബ്സിഡറി അലയൻസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു ബേസിക് ക്വസ്റ്റ്യനാണ്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണെങ്കിലും അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയാണ് ചോദിച്ചത്. അതുപോലെ പൊളിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സും അത് തന്നെ, കറണ്ട് അഫയേഴ്സിൽ നിന്നും നല്ല രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ GKയും നമുക്ക് ചെയ്യാം എങ്കിലും നല്ല കുറേ ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളതാണ് GKയുടെ ഒരു പ്രത്യേകത. ഒരു അത്ര ഹാർഡിലോട്ട് പോകാതെ ഒരു പ്രിലിംസ് ബേസിൽ നോക്കുവാണെങ്കിൽ GK അത്ര ഹാർഡാക്കി എടുത്തിട്ടില്ല അവർ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വളരെ ബേസിക്കായിട്ട് 1 ലൈനർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ആൻഡ് GK രണ്ടാമത്തെ സെക്ഷനും നെഗറ്റീവ് വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞല്ലോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡ്രെയിനായിട്ടായിരിക്കും സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്. അവിടെ ഈ ഒരു കോംപ്രിഹെൻഷനിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പണി കിട്ടും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നല്ലൊരു വഴി ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാൽ കോംപ്രിഹെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. എനിക്ക് ഇനി അത് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി എന്താണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് ഞാനത് അവസാനം പറയാം. അപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോൾ ഓൾറെഡി നല്ല ടയർഡാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കമ്പ്യൂട്ടറിലോട്ട് വരുന്ന ഓരോ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുമ്പോഴും കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല, പഠിച്ചത് ഡയറക്റ്റായിട്ട് ഒന്നും കാണുന്നില്ല, ഓപ്ഷനിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. നമുക്ക് എങ്ങനെയാലും ഇത് ക്വാളിഫൈ ആവണം. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പേടിച്ച് പാനിക്കായിട്ട് തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ സെഷൻ അടിച്ച് തീർത്തത്. എന്താവും എന്നറിയില്ല, എൻ്റെ ആൻസർക്ക് വരണം, നെഗറ്റീവ് ആവാം. ഞാൻ എൻ്റെ അറ്റംപ്റ്റ് 10-11 ഞാൻ കൊടുത്തുള്ളൂ. അതിൽ തന്നെ ആക്യുറസി നോക്കി ചെയ്യാൻ നിന്നാൽ നടക്കത്തില്ല. 2-3 ക്വസ്റ്റ്യനെ കുറച്ചെങ്കിലും അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാനൊരു ഓപ്ഷനിൽ നിന്നുള്ളൊരു അപ്രോച്ചാണ് കൊടുത്തത്. ഒന്നും പറയാൻ പറ്റില്ല. ബാക്കി 3 സെക്ഷൻ എങ്ങനെ ആയാലും കമ്പ്യൂട്ടറിൻ്റെ സെഷൻ പാടായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എനിക്കും എല്ലാവർക്കും പൊതുവേ പാടാണെന്നാണ് പറഞ്ഞത്. ഞാൻ എഴുതി കഴിഞ്ഞിറങ്ങിയതും എല്ലാവരും ഫ്രണ്ട്സ് അടക്കം എല്ലാവരും പാടാണെന്നാണ് പറഞ്ഞത്. അതിന് കട്ട് ഓഫ് എത്ര വരും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് എനിക്കും എൻ്റെ എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ അതോ മാത്സൊക്കെ ഈസി ആയിരുന്നോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതെങ്ങനെ പഠിക്കണം, ഇനി പഠിക്കണോ, ഇത് ജോലി കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഉറപ്പായിട്ടും പഠിക്കണം. കാരണം എക്സാം അടുത്ത നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരും അല്ലേ. ടെൻറ്റേറ്റീവ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡെയിലി നാളെ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങും. ഡെയിലി സ്ട്രാറ്റജി വെച്ച് പഠിച്ചു തുടങ്ങും. ഞാൻ ഈ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യും, എൻ്റെ ഡെയിലി പ്ലാനും അപ്ലോഡ് ചെയ്യും. പിന്നെ പുതിയതായിട്ട് പഠിക്കുന്നത് ഡെയിലി ഇനി ന്യൂസ് പേപ്പർ നന്നായിട്ട് അനാലിസിസ് ചെയ്ത്, അപ്പോൾ അത് GKയ്ക്കും എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും കോംപ്രിഹെൻഷനൊക്കെ സെറ്റായി വരും. അത് ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ഒരു റീഡിങ് ഞാൻ കൂടുതൽ ടൈം കൊടുത്ത് സെറ്റ് ചെയ്യും. പിന്നെ മാത്സൊക്കെ ആണെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് ടെൻഷനോട് കൂടി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈസി ആയിട്ട് പാടായിട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ടൈമർ ഇട്ട് തന്നെ നല്ല പ്രഷർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ് പലരുടെയും പ്രശ്നം. എൻ്റെയും പ്രശ്നം ഒരു തോതിൽ അത് തന്നെയാണ്. ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ പോലും മോക്കടിക്കുമ്പം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾക്ക് ആ ഒരു പ്രഷർ കിട്ടാതെ വരും പലപ്പോഴും. ഇനി ആ ഒരു ലെവലിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇനി അതാണ് മാത്സിന് ചെയ്യാനുള്ളത്. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് നമുക്ക് റൂൾസൊക്കെ റിവൈസ് ചെയ്തെടുക്കാം. അതുപോലെ ന്യൂസ് പേപ്പറിൽ നല്ല രീതിയിൽ തന്നെ അതുപോലെ വായന നന്നായിട്ട് കൊണ്ടുപോകാം. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. 2026 CGL നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനിയൊരു മെയിൻസ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഒരു പ്രിലിംസ് എന്നുള്ള രീതിയിലല്ല, എന്താണോ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നോ ഇത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇനി ഡെയിലി കമ്പ്യൂട്ടർ അടക്കം, ഞാൻ കമ്പ്യൂട്ടർ അവസാനമല്ലേ നമ്മൾ പഠിക്കാറ്, അപ്പോൾ ഇനി കമ്പ്യൂട്ടർ അടക്കം കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴേ പഠിച്ചങ്ങ് പോകാമെന്ന് വിചാരിക്കണം. ഡെയിലി ഒരു അരമണിക്കൂർ വെച്ച് തന്നെ പഠിച്ച ഒരു 10-15 മിനിറ്റെങ്കിലും മിനിമം ഡെയിലി കമ്പ്യൂട്ടറിനും കൂടെ കൊടുത്തൊരു പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെ തൊട്ട് പഠിച്ചു തുടങ്ങും. നിങ്ങളും നന്നായിട്ട് പഠിക്കുക, ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് പഠിക്കാം. നമുക്കിത് എഴുതിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റിയ എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു.